ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് പള്ളിയിലൊരു ഇഫ്താർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ വിശേഷങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യുക. ആദ്യം ഉണ്ടല്ലോ, ഈ സവാളൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കുന്നുണ്ട്. ഇത് കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്ന പരിപാടിയല്ലേ, അങ്ങനെ ആദ്യം ഇതാണ് ചെയ്യുന്നത്. എല്ലാത്തിനും തൊലി കളഞ്ഞ് ക്ലീനാക്കിയൊക്കെ വെച്ചാലുണ്ടല്ലോ, ഇത് കട്ട് ചെയ്യാൻ ഈസിയാണ്. ഇല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ തൊലി കളയാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ആദ്യമേ തൊലിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്ത് ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് നല്ല ചൂടല്ലേ. ഇപ്പം എന്തായാലും നോമ്പിൽ സ്നാക്സിനേക്കാളും എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ജ്യൂസല്ലേ. വെറൈറ്റി ആയിട്ട് ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കാൻ നോക്കാറുണ്ടല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ എന്താണ് ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കുന്നത്? ഒന്ന് ഷെയർ ചെയ്യണേ, നമുക്കും ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടാ. സവാളൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ചോപ്പറിലാണ് കട്ട് ചെയ്യുന്നത്. അതാകുമ്പോൾ അരഞ്ഞൊക്കെ കഷ്ടപ്പെടണ്ടല്ലോ, പെട്ടെന്നായി കിട്ടും. അതുകൊണ്ട് ഞാൻ ചോപ്പറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം ഉണ്ടാക്കുന്ന മട്ടൻ കറിയാണ്. അതിന് വേണ്ടി ഉള്ള സവാളൊക്കെ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പള്ളിയിൽ പത്തിരിൻ്റെ കൂടെയൊക്കെ കിട്ടൂലേ, സുക്ക, ഈ തേങ്ങ ഒക്കെ ചേർത്തിട്ടുള്ള ആ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് പത്തിരിയുടെ കൂടെ പള്ളിയിൽ നിന്ന് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റല്ലേ, കവറിലാക്കി കിട്ടുമ്പോൾ. എനിക്ക് നല്ലോണം ഇഷ്ടമാണ്. എനിക്ക് നല്ല നോർമലി എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാണിത്. നന്നായിട്ട് സവാളൊക്കെ ഫ്രൈ ആയിട്ട് വന്നാലുണ്ടല്ലോ, പിന്നെ അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ടൈമിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിക്കോളും. ഇല്ലെങ്കിൽ കുറേ ടൈം എടുക്കും. ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി, നന്നായിട്ട് കുക്കായി കിട്ടിക്കോളും. കുറച്ച് നല്ലോണം കുക്കാവണം കേട്ടോ. അതിന് ശേഷം കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്, നിങ്ങൾക്ക് എത്ര സ്പൈസ് വേണം അതിനൊക്കെ അനുസരിച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മട്ടൻ മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. പിന്നെ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൻ ആഡ് ചെയ്യാണ്. ഇപ്പോൾ ഉപ്പും എരിവും ഒന്നും എത്രയുണ്ടെന്നൊന്നും നോക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് ഒരു ഏകദേശം അളവിന് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ചേർത്ത് കൊടുത്താൽ നല്ലോണം മിക്സാക്കി എടുക്കണം. പിന്നെ ഈ മട്ടനൊക്കെ ഓൾറെഡി കുക്കായതാണ്, അതുകൊണ്ട് കുക്കാവാൻ വേണ്ടിയിട്ട് കുറേ ടൈമൊന്നും എടുക്കില്ല. നല്ലോണം മിക്സാക്കി കൊടുക്കണം. അതിനിടയ്ക്ക് കറിവേപ്പില, പിന്നെ മല്ലിയില, ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നന്നായിട്ട് തെളിച്ചാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇത് ആയിട്ടുണ്ട്. പിന്നെ ഇളനീർ ജ്യൂസ് ആക്കുന്നുണ്ട്. ഇതാകുമ്പോൾ ചൂടിന് നല്ലതല്ലേ, അപ്പോൾ ഇളനീർ ജ്യൂസ് ആക്കാണ്. ഐസൊക്കെ ആഡ് ചെയ്തിട്ട് ചില്ലായിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഉണ്ടല്ലോ, നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് കസ്റ്റർഡ് ഉണ്ടാക്കുന്നുണ്ട്. പള്ളിയിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും വീട്ടിൽ തന്നെ അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. അധികം സാധനം പുറത്തു നിന്നാണ്. കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പത്തിരിയൊക്കെ ഔട്ട് സൈഡിൽ നിന്ന് എടുത്തതാണ്, നമ്മൾ ഉണ്ടാക്കിയതല്ല. ഇനിയിപ്പോൾ ബട്ടർ സ്കോച്ച് ഫ്ലേവറിലാണ് കസ്റ്റർഡ് ഉണ്ടാക്കുന്നത്. എപ്പോഴും നമ്മൾ കൂടുതൽ ഉണ്ടാക്കുന്ന വെനില ഫ്ലേവറാണ്. അപ്പോൾ ഇന്ന് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ബട്ടർ സ്കോച്ച് ഫ്ലേവറിലാണ് ഉണ്ടാക്കുന്നത്. ടേസ്റ്റിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. വെനില ആയാലും ബട്ടർ സ്കോച്ച് ആയാലും കുറച്ച് ഡിഫറൻസേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കസ്റ്റർഡ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാണ്. ആ ടൈം കൊണ്ട് ഞാൻ ഫ്രൂട്ട്സൊക്കെ
കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്കിഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോർമലി വാട്ടറി ആയിട്ടുള്ള ഫ്രൂട്ട്സൊന്നും കസ്റ്റേർഡിൽ ഇഷ്ടമല്ല. കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ഫ്രൂട്ട്സ് മാത്രമേ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറുള്ളൂ. അതാണ് നമുക്ക് ടേസ്റ്റായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് അതുപോലത്തെ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഷ്ടമുള്ള നട്ട്സൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ കസ്റ്റേർഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാണ്. പത്തിരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പത്തിരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് പാക്ക് ചെയ്യാണ്. ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഉണ്ടല്ലോ എല്ലാം കെട്ടി വെക്കുന്നുണ്ട്. പത്തിരി മട്ടൻ കറി ഇട്ട് അത് കെട്ടി വെക്കാണ്. ഇത് കെട്ടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന് കിട്ടുമ്പോഴാണ് നമുക്ക് ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ടാക്കി വെക്കുന്നുണ്ട്. പള്ളിയിലേക്ക് സ്നാക്സായിട്ട് സമോസ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓൾറെഡി കട്ട്ലറ്റിന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനതും ആക്കുന്നുണ്ട്. ചൂടായ ഓയിലിൽ കട്ട്ലറ്റ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എനിക്ക് കട്ട്ലറ്റ് നല്ല ഇഷ്ടമാണ്. ഇതിട്ടിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. പിന്നെ പുറത്തു നിന്ന് സ്നാക്സായിട്ട് കൊണ്ടുവന്നാലും വീട്ടിലുണ്ടാക്കാനൊരു പ്രത്യേക ഇഷ്ടമാണ് നമുക്കൊക്കെ. അതുകൊണ്ടാണ് വീട്ടിലും എന്തെങ്കിലും ഉണ്ടാക്കും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാണ്. പിന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോയിൽ വരാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.